പറയാതെ ഇവിടെ വന്ന് നിൽക്കുമോ ഗൈസ്? അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. ഞങ്ങൾ എന്തായാലും പോന്നപ്പോൾ ചിക്കൻ വാങ്ങി പോകുന്നു. കാരണം അമ്മേനെ പണിയൊക്കെ ഒരുക്കണം അല്ലേ. ലൈറ്റ് ഇടടി കാണില്ല. അപ്പോൾ അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അമ്മ ഇനി എന്താ അറിയോ, അമ്മ രാവിലെ ചോറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അമ്മ നമുക്ക് നെയ്ച്ചോറുണ്ടാകും. അപ്പോൾ നെയ്ച്ചോറിന് അരി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ അത് എന്തൊക്കെ നോക്കട്ടെ ഇവിടെ ഉണ്ടാക്കിയിട്ടോ. അമ്മമ്മ കണ്ടോ മുതിരയും എണ്ണിത്തണ്ടും. തത്ത തിന്നാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. മുതിര എണ്ണിത്തണ്ടുണ്ട്. പിന്നെ ഇതെന്താ ചോറ് അമ്മേടേതായിട്ടുണ്ട്. പിന്നെ അമ്മ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അച്ചാർ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം. അത് നമ്മൾ കുറേ അപ്പം ഞങ്ങളിവിടെ എത്തി ഗൈസ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ. കണ്ടോ സ്രാവ് മീൻ മുളകൊക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ചാറുണ്ടോ ഗൈസ്? അയ്യോ മാങ്ങഞ്ചി ഓർക്കാപ്പുളിയും വെച്ചിട്ട് അച്ചാറിട്ടത് കണ്ടോ. പെട്ടതാണ് തോന്നുന്നുണ്ട്. പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അടിപൊളി. എന്തായാലും ചിക്കൻ കഴിയട്ടെ. അമ്മ നെയ്ച്ചോറിൻ്റെ അരി വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കഴിയട്ടെ കേട്ടോ. ഇവിടെ വന്നാൽ പിന്നെ എന്താണെന്നറിയോ, എല്ലാവരും കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കും. അപ്പുറത്ത് കാക്കയും താത്തയും ഉമ്മമ്മയൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കും കേട്ടോ. അതെന്തായാലും ചിക്കൻ കഴിയട്ടെ ഗൈസ്. 3 മഞ്ചാടി, ഒരു കുൽഫി, ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു കുൽഫി. ഇത് 3 ടെൻഡർ കോക്കനട്ടിൻ്റെ കുൽഫി വാങ്ങി. ഇവിടെ ഉണ്ടോ നെയ്ച്ചോറുണ്ടാക്കാണ്. ഞങ്ങൾ വെള്ളം ക്യാരറ്റ് ഇതൊക്കെ ഏതൊക്കെ മോളെ. ഇതോ ഇതെന്താ സംഭവം? മറ്റേതോ കൽഫി റെഡി. ഇവിടെ എന്നോട് പപ്പടം എടുക്കാൻ പറഞ്ഞിട്ട് എവിടെ പപ്പടം ഫ്രിഡ്ജിൽ നിന്ന് പപ്പടം എടുക്കാൻ പറഞ്ഞിട്ട് ടി വിക്ക് നോക്കിയിട്ടുണ്ട്. ഇതെന്താ ഇപ്പൊ അറിയില്ല. ഇത് പപ്പടം കാച്ചത്. കുറച്ച് പൊരിക്കുന്നു, കുറച്ച് കറി വയ്ക്കുന്നു. പപ്പടം കാച്ചാൻ വേണ്ടി എടുത്താണ്. കുറേ പപ്പടം കഴിഞ്ഞിട്ടുണ്ട്. ആയോ അയ്യോ അത് ചെറിയ തീരിട്ട അച്ചല്ല. അപ്പം അങ്ങനെ ആയിക്കോളും. കൈ കുറച്ച് കൂടിയോ? ഇപ്പോൾ കഴിക്കാറുണ്ട്. ഇത് എടുക്കാനോ കൊടുത്ത വേണ്ടേ? മൂത്തു ഓഫാക്കി തീ ഓഫാക്കിയ
ഓഫാക്കി ഇതിക്കോ എണ്ണയ്ക്കോ അപ്പോൾ ഓഫാക്കണ്ടേന്നു. എപ്പം ഇങ്ങനെയൊക്കെ നെയ്യിൽ ഇതും കൂടെ വെക്കും. ഇങ്ങനത്തെ ഈ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താണ് പണി? ചെമ്പട്ടി തന്നെ തിന്നണം വളരെ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ തിരക്കിട്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഉള്ളിത്തൈരും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഓൺ വോയിസ് അത് കിടക്കട്ടെ എന്ന് വെച്ചു. പക്ഷേ ഇവിടെ ഹാളിലേക്ക് വന്നപ്പോൾ ടി വിൻ്റെ സൗണ്ട് വല്ലാതെ വരുന്നുണ്ട്. അടുക്കളയിൽ നിന്നപ്പോഴും ടി വിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല, നോക്കട്ടെ. കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യം മുതൽ ഒന്നേന്ന് ഞാൻ വോയിസ് ആയിട്ട് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് നമ്മളെ വീട്ടിലെ നീലിയമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നീലിയമ്മയൊക്കെ ജീവി കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചോറുണ്ണട്ടെ എല്ലാവരും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ 11 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്ക് എന്തായാലും ഉറപ്പാണ് അമ്മയ്ക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ ചെന്നിട്ട് ഒരു ചോറും ഇതൊക്കെ, അതായത് റേഷനരിക്കാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോഴേക്ക് തോന്നി നമ്മൾ പോകുമ്പോൾ തന്നെ ചിക്കനൊക്കെ വാങ്ങി പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ചെന്നിട്ട് പിന്നെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അമ്മ അവിടെ വേവിക്കുന്ന കാര്യം കുറച്ച് സമയം എടുക്കും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം കാണിച്ചതെന്ന്. ചെന്നപ്പോൾ തന്നെ അമ്മയ്ക്കുള്ള ചോറും ഉപ്പേരി, അമ്മ ഇണ്ണിത്തണ്ടും പിന്നെ മുതിരയൊക്കെ ഇട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അച്ചാറും ഉണക്കമീൻ വറുത്തതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിക്കാറ്. ചിക്കൻ നെയ്ച്ചോറ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോറ് തന്നെയാണ് കേട്ടോ. അതെ, ഈ ബാഗിൽ സ്വർണ്ണം ഉണ്ടായിരുന്നുള്ളതിന് സാക്ഷി NIA ലോക്കൽ അസിസ്റ്റന്റ് ഞാൻ. ക്രിമിനൽ പശ്ചാത്തലം, കൊലക്കുറ്റത്തിന് 7 കൊല്ലം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങി വരുന്നതിന്റെ ക്രിമിനൽ ഹിസ്റ്ററി കുറച്ച് കുഴപ്പമാണ്. അങ്ങനെ ചോറിനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ടി വി ഒക്കെ കണ്ടിരുന്നു, സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, മക്കൾക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുഴയിൽ കുറേ നേരം പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.